ഭരതനാട്യത്തിൽ അലപദ്മം യൂസ് ചെയ്യേണ്ട അടവുകളുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ പഠിക്കുമ്പോൾ വരുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് നമ്മൾ ഈ അലപദ്മം യൂസ് ചെയ്ത് കൈയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റിസ്റ്റ് വളച്ചു പിടിക്കൽ. ഇപ്പോൾ 5th നാട്ടടവ് ആയിക്കോട്ടെ ഇതുപോലെ ചിലപ്പോൾ വളച്ചു പിടിക്കും. 7th നാട്ടടവ് ആയിക്കോട്ടെ ഉള്ളിലോട്ട് ഇതുപോലെ പിടിക്കാറുണ്ട്. പരവലടവായിക്കോട്ടെ ഇതുപോലെ കൈ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യേണ്ട അടവുകളുണ്ട്. അത് ചിലപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടായിരിക്കും പിടിക്കുന്നത്. ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൈയുടെ കറക്റ്റ് ലെങ്ത് കിട്ടണം എന്നില്ല. സോ ഇത് പ്രാക്ടീസ് ചെയ്ത് മാറ്റുക. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്താലേ ഇതുപോലെ ഉള്ളിലോട്ട് വളച്ചു പിടിക്കാൻ പറ്റുള്ളൂ. റിസ്റ്റ് പ്രഷർ കൊടുക്കാതെ റിലാക്സ് ചെയ്ത് നീട്ടി വെക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്യുക. അലപദ്മത്തിൽ സ്ട്രെയിറ്റ് ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ 5th നാട്ടടവ് ആയിക്കോട്ടെ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനിൽ വരിക. 7th ആയിക്കോട്ടെ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനിൽ വരിക. അലപദ്മവും നമ്മൾ ഈ ഹാൻഡിൻ്റെ പോർഷനും സ്ട്രെയിറ്റ് ലൈനിൽ വരാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ പരവലടവ് ആയിക്കോട്ടെ സ്ട്രെയിറ്റ് ലൈനിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്തേ.